2009 കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് വിശ്വപൗരനായ ശശി തരൂർ മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത പുറത്തുവന്നതിനെ തുടർന്ന് മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് പ്രസ്താവിച്ചത് പാർട്ടിയിൽ പുതിയ യുഗാരംഭം കുറിക്കുന്നുവെന്നാണ്. എന്നാൽ 1.5 പതിറ്റാണ്ടിനിപ്പുറം കോൺഗ്രസ് പാർട്ടിക്കും സംസ്ഥാന ദേശീയ നേതാക്കൾക്കും ഒരുപോലെ തലവേദനയാവുകയാണ് ഇപ്പോഴും സാങ്കേതികമായി കോൺഗ്രസുകാരനായി തുടരുന്ന ശശി തരൂർ. ചില കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ പറയുന്നത് തരൂരിനെ പറ്റിയ കിടക്ക കോൺഗ്രസിൽ ഇല്ല എന്നാണ്. തരൂരാകട്ടെ കോൺഗ്രസിന്റെ മെത്തയിൽ കിടക്കാൻ പോയിട്ട് ആ വീട്ടിലേക്ക് ഒന്ന് കയറിയിട്ട് തന്നെ കാലങ്ങളായി എന്ന മട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. സ്വന്തം പറമ്പിൽ നിന്ന് അയൽവക്കത്തെ വീട്ടുടമയെ പുകഴ്ത്തുകയാണ് തരൂർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ലണ്ടനിൽ 2047 ഇന്ത്യ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച പ്രഭാഷണത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാര്യമായി സ്തുതിച്ചിട്ടുണ്ട് തരൂർ. ഊർജ പ്രഭാവമുള്ള മോദിയുടെ കീഴിൽ ഇന്ത്യയിൽ പല നല്ല കാര്യങ്ങളും നടക്കുകയാണ് എന്നാണ് തരൂരിന്റെ വിലയിരുത്തൽ. ഇത്തരത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി തരൂർ കോൺഗ്രസ് പാർട്ടിയെ വല്ലാതെ മെനക്കെടുത്തുമ്പോൾ വിശ്വപൗരനും എഴുത്തുകാരനുമായ അദ്ദേഹത്തിന്റെ ശരിയായ ഉള്ളിലിരിപ്പ് എന്താണെന്നറിയാനായി കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ. എല്ലാ കാലത്തും നിതാന്ത പരിശ്രമശാലിയാണ് ശശി തരൂർ. ബാല്യകാലം മുതൽ ഇന്നേക്ക് വരെയും അദ്ദേഹം നേടിയ ജീവിത വിജയങ്ങളെല്ലാം കൃത്യമായ പദ്ധതികളും കഠിനാധ്വാനവും കാര്യദർശന ശേഷിയും കൂട്ടിക്കുഴച്ചു നേടിയതാണ്. ഇന്ത്യയിൽ പല സർവകലാശാലകളിൽ നിന്നും മികച്ച ഓഫറുകൾ ഉണ്ടായിട്ടും താനൊരു പ്രാദേശികാടിസ്ഥാനത്തിൽ ചുരുങ്ങാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടെയാണ് യൗവനാരംഭത്തിൽ തന്നെ തരൂർ വിദേശത്ത് ജോലി തേടിപ്പോയത്. ലോകത്തിന്റെ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഐക്യരാഷ്ട്രസഭയിലെ ഉയർന്ന ഉദ്യോഗത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ വിവിധ രാജ്യങ്ങളിലെ നയതന്ത്രജ്ഞന്മാരുമായും രാഷ്ട്രീയ നേതാക്കന്മാരുമായും മാധ്യമ പ്രവർത്തകന്മാരുമായും സാംസ്കാരിക സാഹിത്യ മേഖലയിലെ പ്രമുഖരുമായും മികച്ച ബന്ധം പുലർത്തിയിരുന്നു. വിദേശത്തെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനും തരൂരാണ്. രാജ്യത്തേക്ക് തിരിച്ചുവന്ന് പാർലമെന്റ് സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കുന്നതുവരെ തരൂരിനെ ഇന്ത്യക്കാർ അറിഞ്ഞിരുന്നത് ലോകം ശ്രദ്ധിക്കുന്ന എഴുത്തുകാരൻ എന്ന നിലയിലാണ്. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് തരൂർ മത്സരിച്ച സമയത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യക്തിബന്ധം നല്ല രീതിയിൽ ഉലഞ്ഞ സമയമായിരുന്നു. ഇന്ത്യക്കാരനായ തരൂരിനെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ അന്നത്തെ അമേരിക്കൻ ഭരണാധികാരിയിൽ നിന്നുണ്ടായ എതിർപ്പ് തരൂരിന്റെ എക്കാലത്തെയും വലിയ മോഹസാക്ഷാത്കാരത്തിന് വിഘാതമായി. അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിൽ മത്സരിച്ചിട്ട് കാര്യമില്ല എന്ന തിരിച്ചറിഞ്ഞ തരൂരിന് ഏതെങ്കിലും വിദേശ സർവകലാശാലയിൽ ഉന്നത സ്ഥാനത്ത് നിസ്സാരമായി എത്താനും സാധിക്കുമായിരുന്നു. വിവിധ ലോകഭാഷകളിൽ പ്രാവീണ്യമുള്ള അദ്ദേഹത്തെ തങ്ങളുടെ മേധാവിയാക്കാൻ ചില വ്യവസായ സ്ഥാപനങ്ങളും സംഘടനകളും നോട്ടമിട്ടിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും തരൂർ ഇന്ത്യയിലേക്ക് വന്നതിന് ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കേവലം നമ്മുടെ തെക്കേ അറ്റത്തുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിന്റെ MP-ആയി ശിഷ്ടകാലം ജീവിക്കാം എന്നുള്ള മോഹം കൊണ്ടായിരുന്നില്ല എന്ന് ഉറപ്പാണ്. തന്റെ പാണ്ഡിത്യവും വാഗ്ധോരണയും സംഘാടന മികവുമൊക്കെ ചേർന്നാൽ ഒരു ഇന്ത്യൻ ഭരണാധികാരിക്ക് ചേർന്ന എല്ലാ ഗുണങ്ങളുമായി എന്ന് തരൂർ ധരിച്ചിട്ടുണ്ട് എന്ന് കരുതേണ്ടതായി വരും. പക്ഷേ തരൂരിന് പിഴച്ചത് ഈ ചിന്ത തന്നെയാണ്. ഇത്രയും കഴിവുകൾ മാത്രം പോരാ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരു ദേശീയ നേതാവായി ഉയരാനെന്നും കുതികാൽ വെട്ടും ഗ്രൂപ്പുകളിയും ശീലമില്ലാത്ത തരൂരിന് മനസ്സിലാക്കാനായില്ല. ആദ്യ മത്സരത്തിനായി തരൂർ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തന്നെ ചിലർ ഇതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചതും തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 2014 തരൂർ മത്സരത്തിനിറങ്ങുമ്പോഴും കോൺഗ്രസ് എന്താണെന്നും തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലും തരത്തിൽ സഹായകമാകുമോ എന്നുമുള്ള കാര്യത്തിലൊക്കെ കൃത്യമായ ധാരണ അദ്ദേഹം നേടിയിരുന്നു. എന്നാൽ സംഭവബഹുലമായ തരൂരിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ തിരിച്ചടികൾ കോൺഗ്രസിന്റെ നിശബ്ദാനുകൂലിയായി തുടരാനാണ് അന്ന് തരൂരിനെ പ്രേരിപ്പിച്ചത്. പത്നിയായിരുന്ന സുനന്ദ പുഷ്കറിന്റെ ദുരൂഹമായ ആകസ്മിക മരണത്തിൽ തരൂരിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയതോടെ തന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടു എന്ന തോന്നലായി അദ്ദേഹത്തിന്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഉൾപ്പെടെയുള്ള കായിക മാമാങ്കങ്ങളിലൊക്കെ സ്വാധീനമുണ്ടായിരുന്ന തരൂർ പിന്നീട് ശാന്തമായി തന്റെ എഴുത്തുമായി മുന്നോട്ടു പോകുന്നതാണ് കാണുന്നത്. മോദിയെ ശക്തമായി വിമർശിച്ച് തുടക്കത്തിൽ രംഗത്ത് വന്നിരുന്ന തരൂർ തന്റെ പേരിലുള്ള ആരോപണങ്ങൾ കൂടുന്തോറും പല ഘട്ടങ്ങളിലും മോദി സ്തുതി പതിവാക്കി. ഇതെല്ലാം കോൺഗ്രസിനുള്ളിൽ അമർഷമുണ്ടാക്കിയെങ്കിലും ഇന്ത്യയൊട്ടാകെ ശശി തരൂരിനുണ്ടായിരുന്ന ജനപിന്തുണ അദ്ദേഹത്തെ പോലെ ഒരു പൗരനെ പാർട്ടിയിൽ നിന്ന് പറഞ്ഞുവിടുന്നതിന്റെ അനൗചിത്യം മുൻനിർത്തി കോൺഗ്രസ് നേതൃത്വം സംയമനം പാലിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ശേഷം കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ ഔദ്യോഗിക പാനലിനെതിരെ മത്സരിക്കാനുള്ള തരൂരിന്റെ തീരുമാനം വാസ്തവത്തിൽ ചില്ലറ ഞെട്ടലൊന്നുമല്ല കോൺഗ്രസിൽ ഉണ്ടാക്കിയത്. വോട്ടിംഗ് നില നോക്കിയാൽ കനത്ത പരാജയമാണ് തരൂർ നേടിയത് എങ്കിലും വിജയത്തിന് സമാനമായ ഒന്നായിരുന്നു അത് എന്നാണ്
അന്നത്തെ രാഷ്ട്രീയ കാര്യങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്നവർ അഭിപ്രായപ്പെട്ടത്. കാരണം തിരുവാക്കിന് എതിർവാക്കില്ല എന്ന മട്ടിൽ നെഹ്റു കുടുംബത്തെ പിന്തുണച്ച് ഉപജീവിച്ചിരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ചങ്കുറ്റത്തോടെ മത്സരിക്കാനുള്ളതാണ് ജനാധിപത്യം എന്ന അടിസ്ഥാന ബോധം ഉണ്ടാക്കി കൊടുക്കാൻ തരൂരിനായി. ഇത് പാർട്ടിക്കുള്ളിൽ തരൂരിന്റെ പിന്തുണ കൂട്ടാനാണ് വഴി തുറന്നത്. പിന്നീട് കേരളത്തിലടക്കമുള്ള പല നേതാക്കന്മാരും ശശി തരൂരിനെ അന്ധമായി പിന്തുണയ്ക്കുന്നതും നാം കണ്ടു. ചില യുവ നേതാക്കൾ തരൂരിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ഗ്രൂപ്പിന് ശ്രമം നടത്തി നോക്കിയെങ്കിലും പരാജയപ്പെട്ടതായാണ് അറിവ്. ഗ്രൂപ്പുകളിൽ താല്പര്യമില്ലാത്ത തരൂർ സ്വാഭാവികമായും പിന്നീട് അതിന്റെ വിലയറിഞ്ഞു. ഒളിഞ്ഞും തെളിഞ്ഞും ശശി തരൂരിനെതിരെ പലതരം പടനീക്കങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കിടയിൽ ഉണ്ടായി വന്നു. അതിന് കാരണമാകട്ടെ, എന്നായാലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കുറഞ്ഞപക്ഷം സംസ്ഥാന മുഖ്യമന്ത്രി വരെയെങ്കിലും ആകാനുള്ള ശ്രമം ശശി തരൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന ചില സംസ്ഥാന നേതാക്കന്മാരുടെ ബോധ്യമാണ്. ഇതോടെയാണ് അടുത്ത കാലത്തായി തരൂർ തന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റം വരുത്തി തുടങ്ങിയത്. ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിരന്തരമായി സ്തുതിക്കുന്നത് തരൂർ പതിവാക്കി. പാർലമെന്റ് അംഗം എന്ന നിലയിലുള്ള ആദ്യകാലത്തുള്ള മോദി സ്തുതി തന്റെ പേരിലുള്ള ആരോപണങ്ങൾക്ക് തടയിടാൻ വേണ്ടിയാണ് എങ്കിൽ ഇത്തവണ പക്ഷേ ചെറിയ മീനിനെ അല്ല തരൂർ ലക്ഷ്യമാക്കുന്നത്. ഇന്ന് അമേരിക്കയുമായി ഏറ്റവും നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ട്രംപിന്റെ പിന്തുണയുണ്ടെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആകാൻ വളരെ എളുപ്പത്തിൽ തന്നെ തരൂരിന് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. അധികം വൈകാതെ മോദി ക്യാമ്പിലേക്ക് എത്തിയാൽ വരാൻ പോകുന്ന സെക്രട്ടറി ജനറൽ തെരഞ്ഞെടുപ്പിലേക്ക് അമേരിക്കയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായി മുൻകാല നയതന്ത്ര ഉദ്യോഗസ്ഥൻ കൂടിയായ തരൂരിന് സാധിക്കുമെന്ന ബോധ്യം ഇപ്പോഴുമുണ്ട്. അടുത്തിടെ തന്റെ വിദേശയാത്രകൾ ഗണ്യമായി വർദ്ധിപ്പിച്ച തരൂർ വിവിധ വിദേശ രാജ്യങ്ങളുമായും സാംസ്കാരിക സാമൂഹിക സംഘടനകളുമായും മികച്ച ബന്ധം പുലർത്തുന്നുണ്ട്. പുസ്തകങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും മറ്റൊരു തരത്തിലും അദ്ദേഹം ശ്രമങ്ങൾ തുടരുന്നുണ്ട്. കോൺഗ്രസിന്റെ സംസ്ഥാന മുഖ്യമന്ത്രിയാകാൻ തന്റെ ജന്മം മുഴുവൻ ശ്രമിച്ചാലും നടക്കില്ലെന്ന് അടിസ്ഥാനപരമായി കോൺഗ്രസുകാരൻ അല്ലാത്ത തരൂരിന് ഇപ്പോൾ നന്നായി അറിയാം. പക്ഷേ അയാൾ ഒരു വിശ്വപൗരനാണ്. കേരളത്തിലോ എന്തിന് ഇന്ത്യയിലോ തന്നെ ഒതുങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്നത് അധികം വൈകാതെ തെളിയിക്കുമെന്നാണ് പലരും പറയുന്നത്.